മഹാരാഷ്ട്രയിൽ ആഭ്യന്തരമന്ത്രി പദത്തെ ചൊല്ലി തർക്കം. ആഭ്യന്തര വകുപ്പ് വേണമെന്ന് ശിവസേനയെ വിട്ടു നൽകാനാവില്ല എന്ന് BJP നിലപാടെടുത്തു. ധനവകുപ്പ് വേണമെന്നാണ് അജിത് പവാറിന്റെ ആവശ്യം. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, മുഖ്യമന്ത്രി പദവിയിൽ ശിവസേന അയഞ്ഞു, പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടേക്ക് പോയി. ഇനി അടുത്ത അവിടെ കീറാമുട്ടിയാവുന്നത് ആഭ്യന്തരമന്ത്രി പദവിയാണോ ശ്രീനാഥ്? തീർച്ചയായും ഹാഷ്മി, ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 2 മണിക്കൂറോളമാണ് അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദില്ലിയിൽ മുന്നണി നേതാക്കൾ യോഗം ചേർന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ഏതായാലും ഒരു തർക്കം ഇനിയില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആകട്ടെ എന്നതിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. ഇത് തർക്കമുള്ളത് മന്ത്രിസഭയിൽ വകുപ്പുകൾ ആർക്കൊക്കെ ഏതൊക്കെ എന്നതാണ്. ചിന്ത ഏതായാലും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പോവുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൂടി തനിക്ക് വേണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നേരത്തെ കഴിഞ്ഞ സർക്കാരിൽ ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായപ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതടക്കം നഗരകാര്യ വകുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചിന്ത ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ BJP ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അതേസമയം ധനകാര്യ വകുപ്പ് അജിത് പവാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ എല്ലാ സർക്കാരിലും അദ്ദേഹത്തിന് ലഭിക്കാറുണ്ട്. അത് ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ചിന്തയെ വഴങ്ങുന്നില്ലെങ്കിൽ കേന്ദ്ര മന്ത്രി പദവി വരെ ചിന്തയ്ക്ക് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷമേ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അടക്കം ഉണ്ടാവുകയുള്ളൂ. മുംബൈയിൽ വെച്ച് ഇനി ഒരിക്കൽ കൂടി മഹായുതി നേതാക്കൾ യോഗം ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ, സർക്കാർ രൂപീകരിക്കുന്നതിലൊക്കെ തന്നെ ഉണ്ടാവുന്ന ഈ കാലതാമസത്തെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഫലം വന്ന് ഏതാണ്ട് 6 ദിവസമാവുകയാണ്. നിലവിലെ സർക്കാരിന്റെ കാലാവധി 26-ാം തീയതി കഴിഞ്ഞതുമാണ്. എന്നിട്ടും പുതിയ സർക്കാർ അധികാരത്തിലെത്താത്തത് അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് ഇപ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് അതിന്റെ വിവരങ്ങൾ നൽകിയത്. വലിയ വിജയം നേടി ജയിച്ചെങ്കിലും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തവണ്ണമുള്ള തർക്കം ഇതിനോടകം തന്നെ മഹായുദ്ധിയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്താകുമോ എന്ന് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതുമാണ്.